ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോട്ടിൻ്റെ യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ കോട്ടുകൾ പലതരമുണ്ട്. നേഴ്സിംഗ് കോട്ട്, പിന്നെ നമ്മൾ കമ്പനിയിലിടുന്ന കോട്ടുകൾ, അങ്ങനെ പലതരം കോട്ടുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്കൂൾ യൂണിഫോം കോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്കൂൾ യൂണിഫോം കോട്ടിലും പലതരമുണ്ട്. ഇത് കോളർ വെച്ചുള്ള കോട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിങ്? 34 ഇഞ്ച് സൈസുള്ള നെഞ്ചുകൊണ്ടുള്ള ഒരാളുടെ അളവാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് അളവെടുക്കുന്നത്, ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ കോട്ടിൻ്റെ തുണി എടുത്തിരിക്കുകയാണ്. കോട്ടിൻ്റെ തുണി രണ്ടാക്കി മടക്കുക. രണ്ടാക്കി മടക്കിയിട്ട് തേര് ഭാഗം നമ്മുടെ നേരെ ഇടുക. ഇപ്പോൾ രണ്ടാക്കി മടക്കി കഴിയുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ, അത് ചീത്ത വശം മുകളിൽ വരത്തൊക്കെ വേണമാണ് നമ്മൾ നമ്മുടെ നേരെ ഇടാനായിട്ട്. അതിനുശേഷം എപ്പോഴും ചീത്ത വശത്താണ്, തുണിയുടെ ഉൾവശത്താണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അതിനുശേഷം ഈ തേരിൻ്റെ ഭാഗം ഒരു 5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കുക. കറക്റ്റ് 5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ മടക്കി ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് 5 ഇഞ്ചാണ് നമുക്ക് തേരിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മടക്കി ഇടേണ്ടത്. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിപ്പോൾ താഴെ നിന്നാണ് ലെങ്ത്ത് അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ലെങ്ത്ത് വേണ്ടത് 26 ഇഞ്ചാണ്. അപ്പോൾ അതിനോട് 2 ഇഞ്ച് കൂട്ടി 28 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്താണ്. 28 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇത് ഷോൾഡറിൻ്റെ ഭാഗമാണ്. അതിനുശേഷം താഴെ നിന്നൊരു 2 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. ഇത് നമുക്ക് മടക്കാനുള്ള ഭാഗമാണ്. നമുക്ക് അത്രയാണ് ലെങ്ത്ത് വേണ്ടത്. അതിനുശേഷം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തേണ്ടത് ഫ്രണ്ടിലെ കഴുത്താണ്. അത് അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള അടയാളപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ ആ മുകളിലെ ഷോൾഡറിൻ്റെ ഭാഗം വരച്ച ഭാഗത്ത് നിന്ന് 3 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം താഴേക്കും 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതാണ് നമ്മൾ കോളർ വെച്ച് കോട്ട് തയ്ക്കുന്നതിൻ്റെ കഴുത്തിൻ്റെ അകലം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. കുഴിക്കരുത്, ഒന്ന് കർവ് ചെയ്ത് മാത്രം വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെൻറ്ററിൻ്റെ ഇപ്പം മടക്കി വെച്ച ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു 1 അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തണം, നീക്കി അടയാളപ്പെടുത്തണം. ഇത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ബട്ടൺ വയ്ക്കുമ്പോൾ ആ ഭാഗമാണ്, ഈ ഭാഗമാണ് നമ്മൾ ബട്ടൺ വരുന്നത്. അപ്പോൾ ഈ ഭാഗം കഴിച്ച് വേണം നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ കഴുത്ത് അടയാളപ്പെടുത്തിയ ശേഷം നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് 1 അല്ലെങ്കിൽ 1 മതിയാവും, അല്ലെങ്കിൽ 1.25 നമ്മൾ അടയാളപ്പെടുത്തുക. എൻ്റെ ഒരു ഇപ്പോൾ സ്കെയിലില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ നേരെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുക. അപ്പോൾ എന്ത് അടയാളപ്പെടുത്തിയാലും ഈ 1.25 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ അളവിൽ മൊത്തത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ട് ഞാനിപ്പോൾ 15 ഷോൾഡർ, അപ്പോൾ അതിൻ്റെ 7.5 പകുതി 7.5 അടയാളപ്പെടുത്താണ്. അതിനുശേഷം താഴേക്ക് ഒരു 1.25 ഇഞ്ച് ചരിച്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് ആ 3 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തിയ ഭാഗത്തുനിന്ന് നേരെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ വരയിൽ നിന്ന് താഴേക്ക് ഒരു 6.5 ഇഞ്ച് കൈക്കുഴി അടയാളപ്പെടുത്തുക. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ക്വയർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഭാഗത്ത് നെഞ്ചിൻ്റെ അളവ്, ഇവിടെ 34 ഇഞ്ച് സൈസുള്ള ഒരാളുടെ അളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തുക. സാധാരണ ഇങ്ങനെയാണ് കൈക്കുഴി വരേണ്ടത്, പക്ഷെ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വേണം അടയാളപ്പെടുത്താൻ. അപ്പോൾ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് ആക്കി അടയാളപ്പെടുത്തിയ ശേഷം അതേപോലെ തന്നെ അതിനോട് ജോയിൻറ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വേണം ആ കുഴിച്ച് വരച്ചത് എത്തിക്കാൻ. അതിനുശേഷം വേണം നമ്മൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് അടയാളപ്പെടുത്താൻ. ഈ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം വരെ കൈക്കുഴി കുഴിച്ച് നമ്മൾ എത്തിക്കണം. അതിനുശേഷം 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം.
അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെ 13 ഇഞ്ചാണ്. ആ 13 ഇഞ്ചിൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഷേപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത്. ഷേപ്പ് ചെയ്യുന്ന ഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 8.25 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ 8.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുക. ഹിപ്പിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ ഒരു 19 ഇഞ്ചൊക്കെ മതിയാവും. പക്ഷേ ഇവിടെ കോട്ടായതുകൊണ്ട് കുറച്ച് ഇറങ്ങിയിരിക്കണം. അതിന് വേണ്ടി 22 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആ ഭാഗത്തെ വേണം 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ച് നമ്മൾ ആ 1 ഇഞ്ച് നീക്കി വേണോട്ട് എപ്പോഴും അടയാളപ്പെടുത്താൻ. അതിനുശേഷം നമ്മൾ ആ ഷേപ്പ് ഒന്ന് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് നമ്മൾ തയ്യൽ തുമ്പും വരച്ചു കൊടുക്കാം. ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് മതിയാവും. അതിനുശേഷം താഴേക്ക് നേരെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്താൻ വേണ്ടി ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. നമ്മൾ ഈ തുണി മടക്കി വന്നേക്കില്ലേ ആ ഭാഗത്ത് തന്നെ അടയാളപ്പെടുത്തിയാൽ മതി. 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 8 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക. അതാണ് നമ്മുടെ ടക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് വെച്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ടക്ക് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് പുറത്തേക്ക് സൈഡിലേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇത് നമുക്കൊരു സൈഡിലൊരു ടക്ക് വരും, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ താഴെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അവിടേക്ക് ഒരു 1/4 ഇഞ്ച് നമുക്ക് ടക്ക് വരും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് എപ്പോഴും കോട്ടിന് ഭംഗി വരിക. ഈ സൈഡിൽ ടക്ക് ഉണ്ടെങ്കിൽ കോട്ടിന് നല്ല ഭംഗിയായിട്ട് വരുള്ളൂ സ്റ്റിച്ച് ചെയ്താൽ. ഇത് 34 ഇഞ്ച് സൈസുള്ള ഒരാളുടെ അളവാണ്. അപ്പോൾ നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം 8.25 ഇഞ്ച്, ഹിപ്പിൻ്റെ ഭാഗം 9.5 ഇഞ്ച്, അതേപോലെ നമ്മുടെ നെഞ്ച് വണ്ണം 9 ഇഞ്ച്. ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ 34 ഇഞ്ച് സൈസുള്ള ഒരാളുടെ അളവെടുത്താൽ നമുക്ക് ഈ ഒരു അളവ് തന്നെ കറക്റ്റാണ്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് ആദ്യം കട്ട് ചെയ്യുക, എന്നിട്ട് സൈഡും നമ്മൾ കുഴിച്ച് അടയാളപ്പെടുത്തിയ ഭാഗം അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിൽ പോർഷൻ വെട്ടാം. അതിന് വേണ്ടി ബാക്കിയുള്ള തുണി എടുക്കാം. ബാക്കിയുള്ള തുണി നമ്മൾ ഇപ്പോൾ തുണിയൊക്കെ കുറവായിരിക്കും, എങ്ങനെ വന്നാലും ഒരു 1.25 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണി എടുക്കാനായിട്ട്. അപ്പോൾ കൈക്കുഴി വെട്ടിയ ഭാഗത്ത് കൂടുതൽ തുണി ബാലൻസ് ഉണ്ടാവും. ആ ഭാഗത്ത് വേണം നമ്മൾ ഈ ബാക്കിലെ ഷോൾഡർ കയറ്റി അടയാളപ്പെടുത്താൻ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ തുണി മടക്കിയിടുക. ഇപ്പോൾ ഇത് ഫോൾഡായ ഭാഗം നമ്മുടെ നേരെ മടക്കിയിടുകയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പോർഷൻ എടുക്കാം. ഈ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററിൽ നമ്മളൊരു 1.25 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയുള്ളൂ. ആ ഭാഗം ഒന്ന് മടക്കി ഒന്ന് പിൻ ചെയ്യാം. അതിനുശേഷം അത് കറക്റ്റ് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തിന് കറക്റ്റ് ആ ലെവലിൽ തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം നമ്മളിവിടെ ബാക്കിൽ വ്യത്യാസം വരുന്നത് ഈ സെൻറ്ററിൽ നമ്മൾ 1.25 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗം മാത്രമാണ്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് മുകളിലേക്ക് നീക്കി അടയാളപ്പെടുത്തുക. അതൊന്ന് നേരെ ഒന്ന് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചരിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് നീക്കി കഴുത്തകല അടയാളപ്പെടുത്തി കൊടുക്കുക.
താഴേക്ക് ഒരു 1.25 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തുക. എന്നിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. നമുക്ക് നോക്കേണ്ടത് ഫ്രണ്ടിൻ്റെ ഷോൾഡറിൻ്റെ വീതി എടുക്കുക. ആ വീതി എത്രയാണോ അത് തന്നെ ബാക്കിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം കൈക്കുഴിയൊക്കെ കറക്റ്റ് അതേപോലെ തന്നെ ആ ലെങ്ത്തിൽ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴി നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ച പോലെ കുഴിക്കരുത്. നേരെ അങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്ത് ഒട്ടും കർവ് ചെയ്യണമെന്നില്ല. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡിലെ പോർഷനൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളെങ്ങനെ മടക്കിയിട്ടാണ് ആ ഒരു അളവിൽ തന്നെ അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുക. ലെങ്ത്തും ബാക്കി എല്ലാ ലെങ്ത്തും അതേപോലെ തന്നെ നമ്മൾ കൂട്ടിയെടുക്കേണ്ടത് നമ്മൾ മുകളിൽ നിന്ന് 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി വേറെ ഒന്നും വ്യത്യാസം വരുത്താനില്ല. ഇനി നമുക്ക് ബാക്കിലെ ടക്ക് അടയാളപ്പെടുത്താം. ബാക്കിലെ ടക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മൾ മുകളിൽ നിന്ന് 12 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ ടക്ക് പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ച് നീളം അടയാളപ്പെടുത്തുക. ഇതാണ് നമ്മൾ ബാക്കിലെ ടക്കിൻ്റെ ലെങ്ത്ത്. ഇനി നമുക്ക് ആ ഒരു പോയിന്റ് കറക്റ്റ് ആ അപ്പുറത്തെ സൈഡിലേക്ക് വരത്തേക്ക് വേണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ കൈ പിടിച്ചുകൊണ്ട് തുണി മറിച്ച് പിടിച്ച് അവിടെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഫ്രണ്ടിലും ചെയ്യണം, ഞാനത് വിട്ടുപോയത് കൊണ്ടാണ് കേട്ടോ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ പോർഷനിലും കറക്റ്റായിട്ട് അതേപോലെ തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാക്കിലെ നെക്ക് തൊട്ട് ചുറ്റും വരച്ചേക്കണ ആ അളവിൽ കൂടി തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഒരു വശം മാത്രമേ ഈ ടക്ക് പോയിൻ്റ് അടയാളപ്പെടുത്തിയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ വെച്ച ശേഷം തുണി അങ്ങോട്ട് മറിക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ കൈ കുത്തിയിട്ട് അവിടെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സൈഡിൽ സെയിം അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിങ്ങനെ ചെയ്താലേ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരേപോലെ വരുള്ളൂ. സൈഡിൽ തയ്ക്കേണ്ട ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കുക. അതേപോലെ മറ്റേ സൈഡിലും കറക്റ്റായിട്ട് അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അടുത്ത നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം, സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് നോക്കുക, പേപ്പറിൽ കട്ട് ചെയ്ത് നോക്കുക, അടയാളപ്പെടുത്തി നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 34 ഇഞ്ച് നെഞ്ചളവുള്ള ഒരാളുടെ വണ്ണമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള അളവ് കട്ട് ചെയ്ത് നോക്കുക. അതനുസരിച്ച് നമ്മൾ കൂട്ടി 36 ഇഞ്ച് 38 സൈസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.